സിസോ ഹെയർ കളർ ജനകീയ കോടതി. സരിത എസ് നായർ രണ്ടാം ഭാഗം. ഒരുപാട് പേർ സരിതയെ പറ്റിച്ചിട്ടുണ്ട്, വിശ്വാസ വഞ്ചന നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടെ അന്നു മുതൽ ഇന്നുവരെ ഒപ്പം നിഴലായി വിശ്വസിക്കാൻ പാകത്തിലുണ്ടായിരുന്നത് എത്ര പേരുണ്ട്? അത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഈ ക്രൈമിൽ വന്നതിന് ശേഷം ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നു എന്നറിയുന്ന നിമിഷം എന്തായിരുന്നു, അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകുന്നു എന്നറിയുന്ന നിമിഷം? ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്ന, ഒരു സിഇഒ എന്ന് പറയുന്ന ആൾക്ക് കുറച്ചുകൂടെ ഡിഗ്നിറ്റി കാണിക്കാമായിരുന്നു പല കാര്യങ്ങളിലും. പ്രതികാര ബുദ്ധിയുള്ള ആളാണോ സരിത എസ് നായർ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നും എന്റെ ഫോണിൽ എന്റെ എക്സ് ഹസ്ബൻഡ് വിളിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സംസാരിക്കും. ഞാൻ ശാലു മേനോന്റെ വീട്ടിൽ പോയി ഷൗട്ട് ചെയ്തു. അന്ന് ഷൗട്ട് ചെയ്തെന്ന് വെച്ചാല് യാതൊരു പ്രണയബന്ധവും ഇല്ല. അതിനല്ല ആക്ച്വലി ഷൗട്ട് ചെയ്യാനുള്ള കാരണം ആക്ച്വലി ഈ ഫെനി ബാലകൃഷ്ണനാണ്. വല്ലേൽ ശ്രീധരൻ നായർ അടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ ഒപ്പിട്ട് കൊടുത്തതാരാണ്? എല്ലാ എഗ്രിമെന്റ്സും ഞാൻ സെയിൽസ് പേഴ്സൺ ആണ്. These people are contesting in elections. അവർ വീണ്ടും വീണ്ടും നിൽക്കുന്നു അധികാരത്തിൽ. That's a major question. സത്യമാണെങ്കിൽ പുറത്ത് ലോകം അറിയും. അതാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അവരെന്നെ നെഗറ്റീവായിട്ട് കണ്ടത് എന്റെ കുറെ വാട്സ്ആപ്പ് ദൃശ്യങ്ങൾ ഒന്നിൽ നിന്ന് വീണ്ടും ഒന്നിലേക്ക് പോകുന്ന സമയത്ത് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ലേ എന്ന പഴയ ചോദ്യമാണ്. ഇത് കഴിഞ്ഞ് പിന്നീട് സരിതയ്ക്ക് യാതൊരു സാമ്പത്തിക സഹായവും കിട്ടിയിട്ടില്ലേ? ഇല്ല, എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ വീട് പട്ടിണി കിടന്നിട്ടില്ല. രക്തബന്ധത്തിന്റെ സാധ്യത കൂടിയുണ്ട് മേ ബി. പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. സരിത എന്ന പറയുന്ന ആളുടെ ഒരു മോശം പരിതസ്ഥിതി, സാമൂഹികമായിട്ടുള്ള പരിതസ്ഥിതി, ചൂഷണം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ പരിതസ്ഥിതി നിങ്ങൾ ഉപയോഗിച്ചു? ഇല്ല. വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കാൻ കേരളത്തെ നടുക്കാൻ പോകുന്ന സ്ഫോടനാത്മകമായ വിവരങ്ങൾ അറിയാവുന്ന ഒരു ആളായിരുന്നിട്ടും താങ്കൾ അത് ഉപയോഗിച്ചില്ല എന്നത് ഞാൻ വിശ്വസിക്കണം. ഫെനി ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ഒരു കൊല്ലത്തുള്ള ഒരു പഴയ ഒരു UDF ബേസ്ഡ് ആയിട്ടുള്ള ഒരു PP ആണ്. ഫെനിയാണ് ആ എഗ്രിമെന്റ് പിന്നെന്താ പുറം ലോകം കാണാത്ത പോലീസാണ് അതിന് കാരണം. ഫെനി എപ്പോഴെങ്കിലും പറ്റിച്ചു എന്ന് തോന്നി? ഫെനി പറ്റിച്ചത് ഞാൻ പറയാം. ഫെനി കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. ആ ലെറ്റർ ഫെനിയെ കാണിക്കാനുള്ള ഇട വരുത്തിയില്ല. കാര്യം ഫെനിക്ക് അന്നും ഫെനി ഒരു ടൂളാണ് ആക്ച്വലി. അതായത് ഫെനി ഒരു മറയാണ്. നിങ്ങളിൽ ആരോ ഒരാൾ കള്ളം പറയുന്നു. അതാണ് സത്യം ഉള്ള കാര്യം പറയണേ. അദ്ദേഹം കള്ളം പറയാണ്. അല്ല, സാമാന്യ കോമൺ സെൻസാ. ഞാൻ ഇതിനകത്ത് ആരുടെയും പക്ഷം പിടിക്കുന്നതാ. ഐ ആം ടെല്ലിംഗ് ഉള്ളത് കോമൺ സെൻസ്. ഞാൻ ഡയറക്ഷൻ വാങ്ങിച്ചിട്ട് വരുന്നു, എനിക്ക് കത്ത് ഞാനത് വായിച്ചില്ല, ഞാനത് കണ്ടില്ലെന്ന് പറഞ്ഞ ക്യാൻ യു ബിലീവ് ഇറ്റ്? ഈ കത്ത് ഫെനി വായിച്ചു എന്ന് പറയുന്നു, സരിതയ്ക്ക് പറയുന്നു ഫെനിയുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഈ കത്ത് ഇപ്പോഴെവിടെയായിരുന്നു? ഈ കത്തിപ്പം സരിതയ്ക്ക് അറിയത്തുള്ളൂ. അതിന്റെ കോപ്പി കോപ്പിയല്ല, സരിതയൊക്കെ കാണും. അതിൽ താങ്കൾ ഏതെങ്കിലും വാക്കുകളോ വാചകങ്ങളോ ഓർമ്മിക്കുന്നു? ഞാനെല്ലാം വായിച്ചിരുന്നു. ഒരു സ്ത്രീയെ എങ്ങനെ ആയിക്കോട്ടെ, ശരിയോ തെറ്റോ എന്തുമായിക്കോട്ടെ, ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഞാൻ എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എഴുതി. അത് വാസ്തവമാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പേ അത് കുഴിച്ചും കൂടാൻ എന്തായിരുന്നു ഇത്ര തിടുക്കം? പിന്നെ എന്താ ചെയ്ത ആ കത്തുകൊണ്ട്? ആ കത്ത് കൊടുത്തു, കത്ത് ഡിസപ്പിയർ. കത്ത് ശരണ്യ മനോജും പ്രദീപും കൂടെ വേറെ ഒരു ഇനോവ വണ്ടിയിലെ ശരണ്യ മനോജിന്റെ വണ്ടിയല്ലേ. പിന്നെ സരിത പറഞ്ഞു അവിടെ മരിച്ചുപോയ ശർമ്മ സാർ ഉണ്ടായിരുന്നു ബെന്നി ബാനൻ. ആക്ച്വലി ബെന്നി ബാനാനെ ശർമ്മയെ എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ടാ പോലും ഇന്ന ആളെ ബെന്നി ബാനാൻ അറിയത്തില്ല. ഹൗ ക്യാൻ ഷീ സേ ദാറ്റ് എനിക്ക് ബെന്നി ബാനാനെ അറിയായിരുന്നു? കത്തിലെ ആരുടെയൊക്കെ പേരുകളുണ്ട്, എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, മാറ്റേഴ്സ് എല്ലാം എനിക്കിപ്പോഴും അറിയാം. ഒരു സ്റ്റോറി എഴുതണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനകത്ത് എന്താ നടന്നത് ആക്ച്വൽസ് മനസ്സിലാക്കണം. അതിനുശേഷം പത്രസമ്മേളനം നടത്തി. ഇനി ഞാൻ വേറെ അടുത്ത കഥ തുടങ്ങാൻ പോകുന്നത്. ഈ എഴുതി ചേർത്തെന്ന് പറഞ്ഞ കഥ ഇനി ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. അത് പത്രസമ്മേളനം നടത്തിയ ശേഷം ഞാനും ഉണ്ടായിരുന്നു, സരിതയും കൂടി ഇരിപ്പുണ്ടായിരുന്നു. അന്നേരമാണ് ഈ പത്രസമ്മേളനം നടത്തി എടുത്തായിരുന്നു ഈ ലെറ്റർ എടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ശ്രീജ എന്ന് പറഞ്ഞ ഒരു പീപ്പിൾ ടിവിയിലെ ഒരു ലേഡി അത് ക്യാപ്ചർ ചെയ്തെടുത്തപ്പോഴത്തേക്ക് എന്താ അതിനകത്ത് കിട്ടിയത്? മണിസാറിന്റെ മോന്റെ. അപ്പൊ ഞങ്ങള് അല്ല കേക്ക് ഞങ്ങൾ പറഞ്ഞ എന്താ, ജോസ് കെ മാണി ഇല്ല, ഇന്ന ജോസ് കെ മാണിക്ക് റോളില്ലെന്നാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പത്രസമ്മേളനം അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ജോസ് കെ മാണിക്ക് ഇന്നത്തെ റോളില്ല, അത് റൂമേഴ്സ് വരുന്നതെല്ലാം ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കത്തെടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോഴാണ്, ക്യാമറയൊക്കെ വന്നപ്പോഴാണ് അതിനകത്ത് വന്നത് ജോസ് കെ മാണിയുടെ പേരുണ്ട്. അത് എവിടുന്ന് വന്നു? എനിക്ക് ഈ കഥയൊക്കെ അറിയാമോ? ഏതേ? ഈ പറയുന്ന സരിതയെ ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ ചൂഷണം ചെയ്തതിന്റെ കഥകൾ എനിക്ക് നേരിട്ട് അറിവില്ല. ഈ കത്ത് വഴി അറിയാം.
അതിപ്പം ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, കത്ത് വായിച്ചല്ലേ, അതിലുള്ള കാര്യം കത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എന്നെ കൊണ്ട് നിർബന്ധിക്കരുത്. അത് വെച്ചാൽ അത് ഓൾറെഡി കോടതി കിടക്കുന്ന ഒരു ഡിസ്പ്യൂട്ടാ. അതായിരിക്കാം. പക്ഷെ ഫെനിയ കത്ത് വായിച്ചിട്ടുണ്ടാവില്ലേ? കത്ത് വായിച്ചു എന്നുള്ള അത് ആർക്ക് വേണമെങ്കിലും ഒരു കുഞ്ഞോട് ചോദിച്ചാലും പറയാം. വക്കീൽ കൊടുത്ത കത്ത് വക്കീൽ വായിക്കാതിരിക്കുവോ? അല്ല, എന്റെ സംശയം അതിലുണ്ടായിരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന് ഫെനിക്ക് അപ്പൊ തോന്നിയിരുന്നില്ലേ? ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയാൻ ആഗ്രഹിക്കില്ല. പ്ലീസ് എന്നെ പ്രഷർ ചെയ്യരുത്. വെച്ചാൽ അത് ഓൾറെഡി കോടതി കിടന്ന ഡിസ്പ്യൂട്ട്. ഞാൻ അന്നത്തെ സ്റ്റാൻഡിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അതിൽ ഞാൻ ഡിബേറ്റ് ചെയ്യുന്നില്ല. ഫെനിക്ക് സരിതയെ കുറിച്ചുള്ള ആക്ഷേപം എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും കുക്ക്ഡ് സ്റ്റോറീസ് ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? കുക്ക്ഡ് സ്റ്റോറീസ് ആണെന്ന് എനിക്കറിയത്തില്ല. വാട്ട് എവർ ഷീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് കുക്ക്ഡ് ആണോ അതോ അൺകുക്ക്ഡ് ആണോ? ആദ്യമേ തന്നെ സരിത ഈ കാര്യങ്ങൾ ഫെനിയോട് പറഞ്ഞിട്ടില്ലേ? ഏത് ഈ പറയുന്ന രീതിയിൽ സരിതയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന കഥകളടക്കം? ആദ്യമേ കണ്ട സമയത്തൊന്നും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. കത്ത് വായിക്കുമ്പോൾ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. കത്തിനകത്ത കാര്യങ്ങൾ ഞാൻ ഇപ്പം ശരി, അതിനു മുൻപ് ഇങ്ങനത്തെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും എന്നോട് സംസാരിച്ചിട്ടില്ല. ഫെനിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണെങ്കിലും അത് വളരെ സീരിയസ് ആയിട്ട് അഭിപ്രായ വ്യത്യാസമാണ്. ഇവിടെ ഫെനി എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടാവുക സരിത? എന്തോ ഇപ്പം ഫെനിയുടെ നിലനിൽപ്പ് എന്റെ പ്രശ്നമായിരിക്കും, എനിക്കറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫെനി വാസ് പർച്ചേസ്ഡ്. യെസ്, പർച്ചേസ്ഡ് എന്ന് പറയാൻ ഞാൻ പർച്ചേസ് ചെയ്ത് കണ്ടില്ല. ഞാൻ അരുണിന്റെ അടുത്ത് പറയാം, തുറന്നു പറച്ചിലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയണം, ഫെനിയെ പർച്ചേസ് ചെയ്ത് ഞാൻ കണ്ടില്ല. പക്ഷെ ഫെനി ഇപ്പോൾ ഒരു ടൂളാണ്. അത്രേ UDFന്റെ എന്ന് വെച്ചാൽ ഫെനിയുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ അങ്ങനെ ഒരാൾക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ ഫെനി ചാടി പോവായിരിക്കും. ഒരു ക്ലയന്റിനപ്പുറം സരിത ഫെനിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്, ഫെനിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് ഫെനിക്ക് സരിതയെ ക്ലോസ് ആയിട്ട് അറിയാം. ഭാര്യാഗൃഹത്തിലാണ് താമസിച്ചത് തോന്നുന്നു അല്ലേ? ഭാര്യ വീട്ടിലാണോ? അല്ല, രണ്ടുപേരുടെ വീട്ടിൽ എന്ന് വെച്ചാൽ രണ്ടുപേരും അടുത്തടുത്താണ് താമസിക്കുന്നത്. വൈഫിന്റെ വീട്ടിലാണ് താമസിച്ചത്. സരിതയെ പറ്റിച്ചു ഫെനി എന്ന് തോന്നുന്നുണ്ടോ ഫെനിക്ക്? ഒരിക്കലും ഇല്ല. അങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നേരെ നടക്കത്തില്ലായിരുന്നു. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. അങ്ങനെ പറ്റിക്കാനുള്ള മെന്റാലിറ്റി എനിക്ക് ഇല്ലത് തന്നെ. അരുൺ, ഞാൻ എൻ്റെ ശത്രുക്കളോട് പോലും ഇപ്പൊ സംസാരിക്കാറുണ്ട്. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ എന്നെ വിളിക്കുവാണെങ്കിൽ ഞാൻ മാന്യമായി സംസാരിക്കാറുണ്ട്. പക്ഷെ ഫെനിയുടെ അടുത്ത് എനിക്കിപ്പോൾ സംസാരിക്കാൻ തോന്നാത്തത് ഈ ഒരു കുക്ക്ഡ് സ്റ്റോറി ഫെനി പറഞ്ഞുകൊണ്ട് അതിന് എന്താണ് ഫെനിക്ക് അതിന്റെ പിന്നിലുള്ള എന്ത് ലാഭമാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതിന് മുമ്പായിരുന്നെങ്കിൽ ഫെനിയുടെ ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഫെനിയുടെ കക്ഷി, ആ കക്ഷി പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഫെനിയുടെ ബാധ്യത കൂടെയാണ്. തീർച്ചയായിട്ടും അവസാന നിമിഷം വരെ സരിതയ്ക്ക് ഒപ്പം നിൽക്കേണ്ട ആളായിരുന്നു ഫെനി. ഞാൻ സരിതയുടെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിന്നിട്ടുണ്ട്. ഞാൻ നിന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് സരിത വെളി കാണില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എന്തെങ്കിലും എന്നെ ഡീവിയേറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഒത്തിരി പേര്, എൻ്റെ പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ, ഈ സരിത ഇപ്പം നല്ലവരാന്ന് പറയുന്ന അവരെല്ലാം എന്നെ പരമാവധി ശ്രമം നടത്തിയതാ. പക്ഷെ ഞാൻ എൻ്റെ ഒറ്റ ഒരു സ്റ്റാൻഡിൽ നിന്ന് എന്നോട് ആവുന്നത് പലരും പറഞ്ഞാൽ ഫെനി ഇപ്പം നല്ല മാർഗമാണ്, കാശുണ്ടാക്കിക്കൂ, അവള് ജയിലിൽ കിടക്കട്ടെ, അവിടെ കിടന്നോട്ടെ, നീ പോയി രക്ഷപ്പെടാം. അന്ന് രാഷ്ട്രീയക്കാർ അത് എനിക്ക് പറയുന്നത് വലിയ ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ ആ ഒരു പ്രധാനപ്പെട്ട ആള് പറഞ്ഞ ആളുടെ പേര് കൂടെ ഞാൻ പറയാം. ഫെനി അങ്ങനെ വാങ്ങിച്ചില്ലേ? എൻ്റെ അമ്മയെ കാറിലിരുത്തി വാങ്ങിച്ചില്ലേ? ഞാൻ പറയട്ടെ, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു തന്ന അവൾ അകത്ത് കിടക്കട്ടെ സാറേ, നമുക്ക് എന്ത് നോക്കണം. അതിന് പ്രദീപ് എന്ന് പറഞ്ഞ്, ഇപ്പം പ്രദീപ് ചേട്ടൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആള് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ പ്രശ്നങ്ങളങ്ങ് വഷളായി. അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഞാൻ ഈ സരിതയെ വിട്ടുള്ള കളി ഞാൻ കളിക്കത്തില്ല, എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ അവളെ വെളി ഇറക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വെളി ഇറക്കിയിരിക്കും. അന്നേരം അദ്ദേഹം പറയുക, ഒന്നും നടന്നില്ലെങ്കിൽ ഫെനി സാറേ അവൾ അകത്ത് കിടക്കട്ടെ, നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞു. ആ വിവരം ഞാൻ പ്രദീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? എനിക്കറിയില്ലല്ലോ. ഞാൻ എനിക്കറിയാവുന്ന പ്രദീപ് എനിക്ക് ഞാനൊരു കാര്യം പറയാം, ആരും എന്നെ പിന്നെ എന്താ പറയാ സ്നേഹിച്ചത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് ഒരു ബെനിഫിറ്റും ഇല്ലാതല്ല, ഫെനി ഉൾപ്പെടെ. ഫെനി ഈ പറയുന്ന 2013 ഫെനിയുടെ സ്വന്തം സോഷ്യൽ സ്റ്റാറ്റസ്, എക്കണോമിക്കൽ സ്റ്റാറ്റസ് എന്താണെന്ന് ഫെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരെക്കാൾ കൂടുതൽ ഫെനിയുടെ നാട്ടുകാർക്കും അറിയാം. ഇന്ന് അരുണിന് വേണമെങ്കിലും അവിടെ പോയി ഒന്ന് അന്വേഷിക്കാവുന്ന കാര്യമുള്ളൂ. ഫെനിയുടെ സാമ്പത്തിക നില ഉയർന്നോ ഇല്ലയോ എന്ന് ഫെനി സ്വന്തമായിട്ട് ചിന്തിക്കേണ്ട കാര്യം. ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അതൊന്ന്. പിന്നെ ഫെനി ഇപ്പൊ ഈ സംസാരിച്ചതുകൊണ്ട് പറയുകയാണ്, എന്നെ വിട്ട് പ്രവർത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞൊരു സത്യം. എൻ്റെ അമ്മ എന്നും സത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അമ്മ സത്യമാണ്. എൻ്റെ അമ്മയെ ഇരുട്ടത്ത് ഒരു വീട്ടിന്റെ വാതിൽക്ക് കൊണ്ടുപോയി നിർത്തി ഒരാളുടെ കയ്യിൽ നിന്ന് ഫെനി പണം വാങ്ങിച്ചത് ഫെനിയുടെ തന്നെ കൂടെ നടന്ന അന്ന് വന്ന ഡ്രൈവർ പറഞ്ഞതിന്റെ റെക്കോർഡ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ മോള് ജയിലിൽ കിടക്കുന്നു, അപ്പം ഫെനി പറയുകയാണ് ഇങ്ങനെ ഒരാൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നും ഫെനിയുടെ കൂടെ
യാത്ര ചെയ്യുന്ന ഒരു ഡ്രൈവർ പറഞ്ഞതിൻ്റെ വോയിസ് റെക്കോർഡർ, കൂടെ ഉണ്ടായിരുന്ന ക്ലർക്ക് പറഞ്ഞതിൻ്റെ വോയിസ് റെക്കോർഡർ എൻ്റെ കയ്യിലുണ്ട്. ദയവേത് ഫെനിയുടെ പ്രൊഫഷണൽ ഇനിയും വിട്ട് കളിക്കരുത്. ഞാൻ പറയട്ടെ, പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്നും നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും ഒരു സരിതയെ കുക്ക് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ പോലും ബ്രെഡ് ആൻഡ് ബട്ടറാണ്. ഒരു എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്. ഞാൻ വരാം. എൻ്റെ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ശരി, ഞാനത് സമ്മതിച്ചിരിക്കുന്നു. സരിതയുടെ കേസിൽ കൂടിയാണ് എനിക്ക് ഫെയിം കിട്ടി. എനിക്ക് ചിലപ്പോൾ എനിക്ക് ഫിനാൻസിങ് അതിൽ കൂടി എനിക്ക് കേസ് വളരെ അധികം കൂടുതൽ കിട്ടി. ഈ ഒരു കേസിലോ കൂടി എനിക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കേസ് നടത്തുന്ന പോലെ ആലപ്പുഴ ഒരു വക്കീലിൻ്റെ കയ്യിൽ ഇപ്പം ഫയലില്ല. എനിക്ക് ഷീ ഈസ് വെരി റൈറ്റ്. എൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് മാറി, എൻ്റെ അവിടുത്തെ ഇമേജ് മാറി. വെച്ചാൽ അവർ നോക്കുമ്പോൾ അവരെന്താ നോക്കിയത്, വരുന്ന കക്ഷികൾ നോക്കിയെന്ന് പറഞ്ഞാൽ സരിത ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ സരിതയുടെ കൂടെ നിന്നു, ഇറങ്ങുന്ന വരെ ഞാൻ കൂടെ നിന്നു, ഇറക്കി വിട്ടു. അപ്പം ഈസ് എ വെരി ലോയൽ ടു ഹിസ് പ്രൊഫഷൻ. അതുകൊണ്ട് സാറ് നല്ല വക്കീലാന്ന് നല്ല സമൂഹം ഒരു സമൂഹത്തിരിക്കുന്ന എല്ലാവരും പറഞ്ഞു. ആ പ്രകാരം എനിക്ക് ഒരു ദിവസം 4, 5, 6 ദിവസം കേസുകൾ ദിവസവും വരുന്നുണ്ട് എനിക്ക്. പക്ഷേ ഈ സോളാറിൻ്റെ പൈസ വാങ്ങിച്ച് സരിതയുടെ അമ്മ നല്ല അമ്മ തന്നെ കറക്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ ആരുടെ കയ്യിൽ നിന്ന് വേണ്ടി സരിതയെ പറ്റിക്കാൻ വേണ്ടി ഒരു കാശ് ഞാൻ ആരുടെ കയ്യിലോട്ട് വാങ്ങിച്ച് ഞാൻ ഇട്ടിട്ടില്ല. എന്റെ പോക്കറ്റിലോട്ട് വാങ്ങിച്ചില്ലേ ഫെനി? ഈ കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് ഞാൻ ഒരു വീട് ആള് ഫീഡ് ചെയ്തു തിരിച്ച്. അതാണ് പ്രശ്നം. ഒരു വീട് അല്ലെങ്കിൽ ആ വീട് എന്നെ കാണിക്കട്ടെ വീട് ഞാൻ കാണിക്കട്ടെ. 2013 മുതൽ 2014 ഫെബ്രുവരി 21 വരെയുള്ള സരിതയ്ക്ക്, അല്ലെ 2011 തൊട്ട് 2014 ഫെബ്രുവരി 21 വരെയുള്ള സരിതയ്ക്ക് പൊളിറ്റിക്സ് അറിയില്ല. പക്ഷെ ജയിലിൽ കിടന്ന് സ്റ്റഡി ചെയ്ത ലെസൺ നമ്പർ 1 സ്റ്റാർട്ട് ചെയ്ത് ACJM കോടതിയിലാണ്. ACJM കോടതി എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും പറഞ്ഞാൽ DYSP K ഹരികൃഷ്ണനാണ് ഫസ്റ്റ് പൊളിറ്റിക്സ് എന്താണെന്ന് പഠിപ്പിച്ചത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എൻഡ് ചെയ്തു. ഇപ്പോൾ ഫെനി കളിക്കുന്ന പൊളിറ്റിക്സിനകത്ത് ഞാൻ പറയാം, ഫെനി ആര് ഫെനിയെ ഫീഡ് ചെയ്താലും 2 ദിവസം കഴിയുമ്പം ഇവർക്ക് സ്ഥായിയായ ശത്രുക്കളില്ല. പൊളിറ്റിക്സിൽ സ്ഥായിയായ ശത്രുക്കളില്ല. അവർ തിരിച്ച് ഫെനിയെ പർച്ചേസ് ചെയ്യാൻ എടുത്ത എമൗണ്ട് എത്രയാണെന്ന് മറ്റുള്ളവരോട് പറയും. അതാണ് അവർ. അത് ആദ്യം മനസ്സിലാക്കിക്കോ. ഇന്ന് ഞാനെന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഒരു വീക്ക് പോയിന്റ് എന്ന് കരുതി ഞാൻ പുറകോട്ട് തിരിയാൻ തയ്യാറല്ല. 2014 ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാൻ എന്താണ് ഇനി അടുത്തെൻ്റെ സോഴ്സ്? ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ജോലി തരാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു സ്കാമിസ്റ്ററാണ്. മനസ്സിലാവുന്നുണ്ടോ? സോളാർ സ്കാമിൽ പെട്ട ഒരു അക്യൂസ്ഡ് പേഴ്സണെ എവിടെ എന്റർടൈൻ ചെയ്യും? ഒരു നേരായ ഒരു വീട്ടിൽ, ഒരു കല്യാണ വീട്ടിൽ പോലും നമുക്ക് എൻട്രി ഇല്ല, ഇൻവിറ്റേഷൻ ഇല്ല. ഫെനി മനസ്സിലാക്കിയ ഫെനിയുടെ ക്ലയന്റ് ഈ സരിത എസ് നായർ എങ്ങനെയാ? സ്ട്രെയിറ്റ് ആണോ? ജെന്യുവിനാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇവിടെ പറഞ്ഞ ഈ മാധ്യമത്തിന് മുന്നിൽ, ഈ 8 ക്യാമറകളുടെ മുന്നിൽ സരിത പറഞ്ഞ കാര്യങ്ങൾ, സരിതയ്ക്ക് 2 മക്കളുണ്ട്, ഒരമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്. എന്നോട് കേസ് സംബന്ധമായിട്ട് കാര്യത്തിൽ ഡീൽ ചെയ്ത് ഷീ ഈസ് വെരി സ്ട്രേറ്റ് ആൻഡ് ഫോർവേഡ്. അതുപോലെ ഞാനും വളരെ സ്ട്രേറ്റ് ആൻഡ് ഫോർവേഡ് ഡീൽ ചെയ്ത്. ബാക്കി കാര്യങ്ങൾ ജെന്യുവിനാന്നുള്ള കാര്യങ്ങൾ ഷീ ഹെർസെൽഫ് നോസ്. പിന്നെ കുറച്ച് മുമ്പേ ഒരു വീടിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, സരിതയെ ഒരു വീട് വെച്ചിട്ടില്ലേ ഇപ്പം? എനിക്ക് അറിയാൻ കിട്ടുന്ന കാര്യം, ഞാൻ അതിനെ കുറിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ഒരു വലിയ സംഭവമില്ല. കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ വാടക വീടുകളിൽ തോറും കേറി ഇറങ്ങി നടന്നൊരു വ്യക്തിയാണ്. പക്ഷേ 8 മാസം ജയിലിൽ കിടന്ന സരിത എന്റെ അമ്മയുടെ അസറ്റ് 2 വർഷം ചങ്ങനാശ്ശേരിയിലുണ്ട്. തിരുവനന്തപുരത്തുള്ളത് വെടിയേശങ്കോവിലില് 12 സെന്റ് എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, കോട്ടപ്പുറം തറവാട് ഉൾപ്പെടെ. എന്റെ അമ്മയുടെ സിസ്റ്ററിന് അത് കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചു, ഞാൻ വീട് വെച്ചു. അതിന് കാരണമുണ്ട്. അതിനും കാരണം കോൺഗ്രസ്സുകാർ തന്നെയാണ്. കാര്യം എന്റെ വീട്, ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്, ഓരോ പ്രാവശ്യം നമ്മൾ വാടകയ്ക്ക് എടുക്കാൻ പോകും. നിലവിൽ കേസിൽ അക്യൂട്ട് ചെയ്ത കേസിലടക്കം കോംപ്രമൈസ് ചെയ്യപ്പെട്ട കേസുകൾ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലേ? ഇല്ല. അതിന് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ജയിലിൽ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ ക്ലയൻസിന് ഏകദേശം പകുതിയിലധികം പൈസ തിരിച്ചു കൊടുത്താണ്. അതിന്റെ കണക്ക് ഫെനി ബാലകൃഷ്ണന്റെ ഉണ്ട്. ഞാൻ കൊടുത്ത പൈസ 1 കോടി. അതിനുശേഷം സരിത സ്വന്തമായി ആർക്കും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലേ? ഇല്ല. പിന്നെ കൊടുക്കേണ്ടി വന്നിട്ട് കസിൻ സിസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ബ്രദേഴ്സിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കുറച്ച് എമൗണ്ട്, അത് കുറച്ചുണ്ട്, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും വീട്ടിൽ അമ്മ വിറ്റ ഈ പൈസ ഉപയോഗിച്ച് അവരുടെ കടം തീർത്തുകയാണോ? ഇല്ല, അല്ല, എന്റെ കസിൻ ബ്രദേഴ്സിന്റെയും കസിൻ സിസ്റ്റേഴ്സിന്റെയും പൈസ കടമായിട്ടല്ല തന്നത്, എന്നെ ഹെൽപ്പ് ചെയ്തത് തന്നെയാണ്. ഇല്ലാന്ന് പറഞ്ഞില്ല. ബാലകൃഷ്ണ പിള്ള സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ പുതിയ വീടിന് ഏകദേശം എത്ര വില മതിച്ചിട്ടുണ്ടാവും? ഇല്ല, അത് 28 ലക്ഷം രൂപയോളമായി. റീസണബിൾ. 12 സരിതയുടെ അമ്മയുടെ പ്രോപ്പർട്ടി വിറ്റാൽ കിട്ടാവുന്ന വീടേ ഉള്ളൂ. അത് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കാര്യം. ഉണ്ടെങ്കിൽ ഉണ്ട്, നല്ലതായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ല അങ്ങനെ പ്രോപ്പർട്ടി ഉള്ളതായിരിക്കും. എനിക്ക് ആകെ അറിയാവുന്ന ചെങ്ങന്നൂരിലെ വീടുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ബാക്കി പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതിനെക്കുറിച്ച് അത് വിട്ടിട്ടാണ്
പൈസ പിന്നെ കടം വീട്ടിയെന്ന് മറ്റേത് കാര്യത്തിൽ എനിക്കറിയില്ല. പിന്നെ ഇപ്പം കുറച്ച് മുമ്പ് സരിത പറഞ്ഞല്ലോ, ഒരാൾ ഇപ്പം സപ്പോർട്ട്, ഇത് രാഷ്ട്രീയമായി, ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നാളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ഇപ്പം പറഞ്ഞല്ലോ. എല്ലാം ഇങ്ങനെ പറഞ്ഞു. അത് ഞങ്ങൾ രണ്ടുപേർ അത് അറിഞ്ഞിരിക്കുന്നത്, രണ്ടുപേർക്കും എനിക്കെന്നല്ല സരിതയെ അത് അറിഞ്ഞിരിക്കുന്നല്ല. ഇപ്പം നിൽക്കുന്ന രാഷ്ട്രീയ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ സരിത ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സിന്റെ കയ്യിലെ പാവയാണോ? അതെനിക്കറിയത്തില്ല. അതിന് എന്നോട് പറഞ്ഞില്ലായിരുന്നു ഇന്ന് നിന്ന ആൾക്കാർ നാളെ നിൽക്കത്തില്ല രാഷ്ട്രീയം. അത് തന്നെ ഞാൻ അങ്ങോട്ട് സരിതയോടും പറയാം, സരിതയുടെ കൂടെ ഇന്ന് നിൽക്കുന്ന രാഷ്ട്രീയക്കാർ നാളെ നിൽക്കില്ല. അത് നമ്മൾ രണ്ടുപേരും അറിയുന്നത് നല്ലതാണ്. പൊളിറ്റിക്കൽ ബാക്കപ്പ് വേണ്ട. എനിക്ക് എന്താ തോന്നുന്നത്, സരിതായ സ്ഥാൻ ഇത്രയും അധികം നേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അക്കമിട്ട് സ്ഥലവും സമയവും തീയതിയും അടക്കം പറയുമ്പോൾ അതിൽ അവിശ്വസിക്കാനുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഫെനിക്കിപ്പോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ആദ്യമേ തന്നെ മൈ സ്റ്റാൻഡ് വെരി വെരി ക്ലിയർ. എനിക്ക് ദാറ്റ് ഈസ് ഹെർ പ്രോബ്ലം. അങ്ങനെ ഒരു സെക്ഷലി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷി ഹാസ് പ്രിഫേർഡ് എ കംപ്ലയിന്റ്. എനിക്ക് അതിനെക്കുറിച്ച് സെക്ഷലി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത് ഉണ്ടോ ഇല്ലെന്ന കാര്യം എനിക്കറിയില്ല. ഇദ്ദേഹം ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്. അപ്പം ലോ ഗ്രാജുവേറ്റിന്റെ പ്ലെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ പഠിച്ചിട്ടില്ല. എന്താണ് ഫെനി ഒരു ലോ ഗ്രാജുവേറ്റിന്റെ ഒരു എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെഡ്ജ് എന്താണ്? അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനകത്ത് എത്തിക്സിനെ ചൊല്ലിയിട്ടുള്ള ഒരു പ്ലെഡ്ജ് എന്താണ്? ഈ സെക്ഷലായിട്ട് ഈ ആളുകളുടെ പേര് പറഞ്ഞില്ല, അതിനെ കുറിച്ച് എനിക്കറിയില്ല. അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ വൈ യു ഒരു ഇൻവെസ്റ്റിഗേഷൻ സജസ്റ്റ് ചെയ്തില്ല? ഒരു കേരളത്തിലെ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് പോലും നിങ്ങൾ എന്തുകൊണ്ട് ആ പറഞ്ഞ കാര്യം നിങ്ങളുടെ അലിഗേഷൻസിന്റെ ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് എന്തുകൊണ്ട് UDF-ന്റെ കാലത്തും പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞ ഗവൺമെന്റ് കാലത്തും പറയുന്നില്ല? സരിത പറഞ്ഞ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞുള്ളൂ. ഷീ മേ ബി കറക്റ്റ്, ഷീ മേ ബി റോങ്. എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ സരിത പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞു. ഒരു കാലത്തും സരിത ഫെനിയോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ? ഫെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫെനിയെടുത്ത് പറഞ്ഞു. ഞാൻ ഫെനിയെടുത്ത് പറയാത്തതിന്റെ കാരണം ഞാൻ പിന്നെ എന്താ പറയാ, ഫെനിക്കൊരു രീതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേബിൾ അല്ല. സ്റ്റേബിലിറ്റി എനിക്ക് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് ഫെനി സ്റ്റേബിൾ അല്ല എന്ന് പറയാൻ കാര്യം, ഞാൻ ജയിലിലായിരുന്നപ്പോൾ അമ്മ സഫർ ചെയ്ത വിഷയങ്ങൾ കൊണ്ടാണ്. ഇന്നും ഫെനി എഴുതിയ മാർച്ച് 28, 2014 ഡേറ്റ് ഇട്ട് ഫെനി എഴുതിയ ഇത്ര കെട്ട് പേപ്പർ എൻ്റെ ഇരിപ്പുണ്ട്. ലെറ്റേഴ്സ്, പൈസ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ. ഞാൻ വേണമെങ്കിൽ അരുണ് അയച്ചു തരാം, വാട്സപ്പ് ചെയ്യാം. ഫെനി അത് നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് നിഷേധിക്കുന്നു. ലെറ്റർ ഇല്ലേ? ഇല്ല. ഫെനി ഞാൻ അയച്ചു തരാം അരുൺ, പബ്ലിഷ് ചെയ്തോ ലെറ്റർ? ഇപ്പൊ ഞാൻ അങ്ങയുടെ കൈ ഒരു ലെറ്റർ എനിക്ക് തന്നെന്ന് പറഞ്ഞ് എന്റെ ഒരു സിഗ്നേച്ചർ അത് വരച്ചു കഴിഞ്ഞു. സിഗ്നേച്ചർ അല്ല വരച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് അത് എങ്ങനെ അതിന്റെ ഒത്തന്റിസിറ്റി അത് കറക്റ്റ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? അതിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആരുടെയാണെന്നോ അതിനകത്ത് ഒപ്പ് ആരുടെയാണെന്നോ ഇതൊക്കെ ചുമ്മാ ഒരു ലെറ്റർ എഴുതി ഒരു ഫേക്ക് ആയിട്ട് പറയാ ഞാൻ ലെറ്റർ എഴുതി ഒരാൾക്ക് കൊടുത്തു പറഞ്ഞാൽ അത് സസ്റ്റൈനബിൾ ഫോറൻസിക്കിൽ കൊടുക്കണം, കോർട്ടിൽ കൊടുത്ത് ചലഞ്ച് ചെയ്യണം. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, ലെറ്റർ വെളിവരട്ടെ. ലെറ്റർ വെളിവിടാൻ ഞാനിപ്പോൾ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നാളെ തന്നെ ലെറ്റർ വെളിവിടണം. അതിനുശേഷം ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ അന്നേരം കഴിഞ്ഞ് പറയാം. അപ്പൊ എക്സ്പ്ലനേഷൻ വരണം, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഞാൻ ഫോൺ എടുക്കാതിരിക്കാൻ ഞാൻ പറയാം. ആ ലെറ്റർ വെളിവരട്ടെ. നിലവിൽ ഇനിയിപ്പോ ഈ കക്ഷി യഥാർത്ഥത്തിൽ അഥവാ സരിതയുടെ കാര്യത്തിൽ സംഭവിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ, നേരത്തെ സരിത സൂചിപ്പിച്ച അതേ എത്തിക്സ് പിന്തുടരുന്ന അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഫെനിക്ക് എന്താ ചെയ്യാൻ കഴിയുക? നിലവിലിരിക്കുന്ന നിയമവ്യവസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ ഇവിടെ ഈ ജനകീയ കോടതിയിൽ ഡിപ്പോസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം മതിയല്ലോ ഈ പറഞ്ഞ ആൾക്കെതിരെ കേസെടുക്കാൻ. കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ എനിക്കറിയത്തില്ല കറക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഇത്രയധികം എന്ന നിലയിൽ കറക്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഞാൻ സരിതയുടെ കൂടെ നിൽക്കും. ഈ ജനകീയ കോടതി ഞാൻ പ്രഖ്യാപിക്കുക. ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും പിന്നെ പറയുക, ഷീ മേ ബി റോങ് ഓർ റൈറ്റ്. എനിക്കറിയത്തില്ല. കുറെ പേരുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ റോങ്. ഫെനി പറഞ്ഞ ആരും വിളിച്ചിട്ടില്ലേ? ഈ ആരോപണ വിധേയർ ആരും ഫെനിയെ ഇത് വിളിച്ച് ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടോ? എവിടെ ഉണ്ട് ഞാൻ വിളിച്ചത്? അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതായിട്ടുള്ള ഈസി, അത് കമ്മീഷനിലുണ്ട്. കമ്മീഷനിൽ ഒരു റെക്കോർഡും ഇല്ല. കമ്മീഷനിലെ ഫെനിയുടെ കോൾ റെക്കോർഡ്സ് ഉണ്ട്. അതെ, ഇപ്പം അരുൺ ക്ലിയർ ആണ്. ഹി ഈസ് എ ടൂൾ നൗ. നിലവിൽ സരിത പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, വാസ്തവമാണെങ്കിൽ ഫെനി കൂടെ നിൽക്കാന്ന് പറഞ്ഞു. സരിത പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണെങ്കിൽ അത് സബ്സ്റ്റാൻസ് ചെയ്തിട്ട് വെളി വരുന്നെങ്കിൽ
ഇതെങ്ങനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും അത് ഫെനി? സബ്സ്റ്റാൻഷിയേറ്റ് ജോലി അതിന്റെ ഉത്തരവാദിത്വം കൂടി ഫെനി ഏറ്റെടുക്കേണ്ടി വരും. അതെ, കാരണം അച്ഛാ, ആ സംഭവം എനിക്കറിയില്ലല്ലോ. കക്ഷിക്കൊപ്പം നിൽക്കുന്ന അഡ്വക്കേറ്റ് അല്ല, ഈ പീഡനം നടന്നെന്നോ സെക്ഷലായിട്ടുള്ള അറസ്റ്റ് ചെയ്യുന്നൊക്കെ സരിത പറഞ്ഞു. ആ സമയത്തൊന്നും എനിക്കും സരിതയും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഞാൻ അറിയാത്ത, ഞാൻ പിക്ചറിലില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫെനി എന്റെ വക്കാലത്തെടുത്ത് അഡ്വക്കേറ്റ് ആയില്ലേ? വക്കാലത്തെടുത്ത സമയത്ത് പീഡനത്തിന് അപ്പൊ കക്ഷിയുടെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ലായിരുന്നോ? വക്കാലത്തെടുത്തത് പീഡന കേസ് നടത്താനുള്ള കാര്യത്തിലല്ല, ഇവർക്കെതിരെയുള്ള 42 കേസ് കോടതി നടത്താനായിട്ട് എടുത്തത്. അതിന് മുമ്പ് പിന്നെ അരുൺ, എന്നാൽ എന്തുകൊണ്ട് ഫെനി അന്നത്തെ പത്രസമ്മേളനത്തിന് വിളിക്കുമ്പോൾ അത് എല്ലാ ചാനലിലും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കൂ. നിങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കംപ്ലൈൻസിനെ പറ്റിയിട്ടായിരുന്നില്ല. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ പൊളിറ്റീഷ്യൻസിനെതിരെയും അന്ന് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കെതിരെയും ഞാനത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അത് നിങ്ങളൊന്ന് നോക്കണം. അതായത് 24/7 ടൈംസ് എത്ര പ്രാവശ്യം ഫെനി ടി വിയിൽ വന്നിട്ടുണ്ടോ, അപ്പോൾ ഒരിക്കൽ പോലും ടീം സോളാറിനെതിരെയുള്ള ഒരു അലിഗേഷനെ പറ്റിയും അതിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് സംസാരിച്ചില്ല. ഒരു 1-2 പ്രാവശ്യം മാത്രം പിന്നെ ക്രിമിനൽ കേസിനെ പറ്റി സംസാരിച്ചു. അത് കേസിന്റെ കാര്യങ്ങൾ വന്നപ്പോൾ മാത്രം 2 പ്രാവശ്യം എണ്ണി പറഞ്ഞ, ബാക്കി എല്ലാ പ്രാവശ്യവും ആ സമയത്ത് ഫെനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു കാര്യം സരിത എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുന്ന അന്ന് ഫെനി ബാലകൃഷ്ണനെയാണ്. ഫെനി അന്ന് സംസാരിച്ച എന്തെങ്കിലും ഫെനിക്ക് ഇന്ന് ഓർമ്മയുണ്ടോ? ഞാൻ സംസാരിച്ചൊക്കെ എനിക്ക് നല്ല ഭംഗി, സരിതയൊക്കെ ഓർമ്മ പോലെ എനിക്ക് നല്ലതായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലവർ ചാനലാണല്ലോ, ഈ 2013 നടത്തിയ ആ ഹിസ്റ്ററി മൊത്തം നോക്കാമെങ്കിൽ ഞാൻ ഏതെങ്കിലും ആളുടെ പേര് പറഞ്ഞിട്ടായിട്ടോ അല്ലെങ്കിൽ ഇന്ന ആളുണ്ട് ഇന്ന ആളാ പേര് ഞാൻ പറഞ്ഞായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കാണിക്കാമോ? നിയമസഭ നടക്കുന്ന സമയം ജൂൺ 8-ാം തീയതി ഞാൻ ആളുടെ പേര് പറഞ്ഞു. 2013 ജൂൺ 8-ാം തീയതി നിയമസഭാ സമ്മേളനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, അന്നാണ് ഫസ്റ്റ് ജോപ്പിനല്ല ഈ പറഞ്ഞ CM-നോടൊപ്പം ഉള്ള എന്റെ ഫോട്ടോ കൈരളി TV ഫസ്റ്റ് എയർ ചെയ്യുന്നു. അതായത് നിയമസഭ തുടങ്ങുന്ന എക്സാക്ട് ടൈം. ഞാൻ എന്തുകൊണ്ട് അത് ഷാർപ്പായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സമയത്ത് DYSPയുടെ റൂമിലാണ് എന്നെ ഇരുത്തിയിരിക്കുന്നത്. TV ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ന്യൂസ് വരുമെന്ന് എൻ്റെ അടുത്ത് K. ഹരികൃഷ്ണൻ സാർ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അതിനുശേഷം അന്ന് വൈകിട്ട് തൊട്ടാണ് ഫെനി ബാലകൃഷ്ണൻ സ്ക്രീനിൽ വന്നത്. ഫസ്റ്റ് പറഞ്ഞ എന്താണ് ഫെനി? എനിക്ക് ശരിയാണ്, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. ആണോ അല്ലേ? അതിനുശേഷം ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റി. അല്ല, ഞാൻ DYSP ഓഫീസിൽ അവിടെ വരെ കാര്യങ്ങൾ കറക്റ്റ്. DYSP ഓഫീസിൽ കണ്ടപ്പം ഞാൻ സരിതയോട് സംസാരിച്ച് എന്താ നമുക്കിനി അടുത്ത ചെയ്യേണ്ടതെന്ന്. അപ്പം എന്നോട് ചോദിച്ചു ഫെനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു ഒറ്റ ഒരു കാര്യം ഇപ്പം ചെയ്യാനുള്ളൂ. അപ്പം സരിത എന്നോട് പറഞ്ഞത്, ഞാൻ വളരെ ദുഃഖിതയാണ്, എന്നെ ഒത്തിരി പേര് ട്രബിൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഫെനിയോട് പിന്നെ പറയാം. അതുകൊണ്ട് ഞാൻ മാത്രം ജയിലിൽ കിടക്കാൻ തയ്യാറല്ല. ഞാൻ സ്പെസിഫൈ ആക്കത് പറയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ മാത്രം ജയിലിൽ കിടക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇതിനകത്ത് വേറെ പല ഉന്നതരും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഫെനിയോട് ഞാൻ പിന്നെ പറയാം. ഇൻവോൾവ് ആണെന്ന കാര്യം ഫെനി വെളിയിറങ്ങിയപ്പം ചാനലുകാരൻ ഇപ്പോൾ ഉണ്ട്. ആ ചാനലുകാരോട് ഇത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ വെളിയോട്ട് ഇറങ്ങി പറയണമെന്ന് സരിത പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു. ഇതാ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. അതായത് അരുൺ, സരിത പറയട്ടെ അങ്ങനെയല്ലെന്ന്. 8-ന് ഈ പറയുന്ന ഫെനി ബാലകൃഷ്ണൻ എന്നെ കാണിച്ചില്ല. എന്നെ ജൂൺ 3-ന് ഉച്ചയ്ക്കാണ് ഫെനി ബാലകൃഷ്ണൻ വന്ന് കാണുന്നത് വിത്ത് എൻ്റെ അമ്മ. പക്ഷെ എൻ്റെ അമ്മയെ കാണിച്ചില്ല. അമ്മ കൊണ്ടുവന്ന ഡ്രസ്സ് മാത്രമേ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഫെനി ബാലകൃഷ്ണനെ K. ഹരികൃഷ്ണന്റെ റൂമിൽ വെച്ച് കണ്ടു. അന്ന് K. ഹരികൃഷ്ണനെ ഒരു TV ജേർണലിസ്റ്റ് വന്ന് കണ്ടു. ആ കണ്ട ജേർണലിസ്റ്റിന്റെ കയ്യിൽ K. ഹരികൃഷ്ണൻ ഫസ്റ്റ് ഫോട്ടോ കൊടുത്തു. ഏതാ? എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോയാണത്. അതിനെ കുറച്ച് ഫോട്ടോഷോപ്പ് ചെയ്ത്, നിങ്ങൾ ഫസ്റ്റ് വന്ന ഫോട്ടോ നോക്കിയാൽ അറിയാം, അതിനകത്ത് കുപ്പിയുടെ ഭാഗം കട്ട് ചെയ്തിട്ടാണ്. അത് ഫോട്ടോഷോപ്പിൽ പറ്റിയതാണ് കുറച്ച്. അത് പുറത്തു വന്നു. കാര്യം എക്സാക്റ്റ് ഫോട്ടോ ആണെന്ന് അറിയരുത്. ഒരു പോലീസ് ഓഫീസർ പുറത്തു കൊടുക്കുന്നതാണ്. ആ പോലീസ് ഓഫീസർ അത് കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് ഫെനിയും ഈ പറഞ്ഞ പോലീസ് ഓഫീസറുടെയും ടെലിഫോൺ കോൾസ് റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിക്കണം. നിലവിൽ ഫെനി ബാലകൃഷ്ണൻ കരുതുന്നത് എന്താണ്? സരിത എസ് നായർക്ക് ഇത്രയും അധികം നേതാക്കളെ ഒരുമിച്ച് ഫെനിയുടെ സഹായം ഇല്ലാതെ തന്നെ പേര് ഇത്തരം വേദികളിൽ പറയുമ്പോൾ അല്ലെങ്കിൽ കത്തിൽ പറയുമ്പോൾ പുറത്തു കൊണ്ടുവരുമ്പോൾ സരിത എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നത്? ഫെനി ഇത് സരിതയോടാണ് ചോദിക്കണം. ഫെനിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ ഞാൻ ഇപ്പോഴും കുറച്ച് മുമ്പേ പറഞ്ഞ സ്റ്റാൻഡിൽ നിൽക്കുന്നത് സരിത ഇന്ന് ഞാൻ സരിതയോട് അങ്ങ് പറയുക. അത് സബ്സ്റ്റാൻസ് സരിതയ്ക്ക് നടന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് എനിക്കത് ബന്ധമില്ലാത്ത സമയത്ത് ആ കാര്യങ്ങളൊക്കെ നടന്നത്. സരിത അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ സരിത കൂടെ നിൽക്കും. ഞാൻ എൻ്റെ എഫർട്ട്
സരിത ഇപ്പൊ അത് പറയും, എനിക്ക് യാതൊരു എഫേർട്ടില്ല, എല്ലാം പ്രദീപ് ഏട്ടനാ ചെയ്തെന്ന് പറയും. ഞാൻ പറഞ്ഞോട്ടെ, പ്രദീപ് ഏട്ടനാ ചെയ്തെന്ന് ഇപ്പം പറയും. എനിക്ക് യാതൊരു റോളിൽ നിന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അത് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. ഞാൻ അന്ന് ലോയലായിട്ടിരുന്ന് എൻ്റെ എഫേർട്ട് അനുസരിച്ച് ഞാൻ വെളിയിറക്കിയ സരിതയെ 100% ഇത് സബ്സ്റ്റാൻഷ്യേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ സരിതയുടെ കൂടെ നിൽക്കും. ഈ ശരിയാണെങ്കിൽ ഇവരെല്ലാം ട്രാപ്പിനകത്ത് പോകും. That's a great call, സരിത. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്ന എത്രത്തോളം എക്സ്റ്റെൻഡ് പോയിട്ടുണ്ടെന്ന് അരുൺ കാണാം. ഓരോ പ്രാവശ്യവും ഞാനിപ്പോൾ ഹൈക്കോടതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അതിന് നിൽക്കുന്നത്. സാധാരണ ഒരു പൗരനാണ് ഒരിടത്ത് ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാൽ പോലും ഒരു 376 ഇട്ട് അപ്പം ജയിലിൽ പോകണം. ഒരാൾ എക്സ് മിനിസ്റ്റേഴ്സ് ആണ്, അല്ലെ MLA ആണ്, അല്ലെ MP ആണെന്ന് പറയുമ്പം അവരൊക്കെ ഇത്രയും ഡിലേ എടുത്ത് എന്താണ് നോക്കുന്നത്? ഞാൻ ആരെയും കുറ്റം പറയല്ല, ഞാൻ ഇപ്പോഴത്തെ ഗവൺമെന്റിനോടാണ് ചോദിക്കുന്നത്. ഞാനൊരു സാധാരണ സ്ത്രീയായിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങനെ ഒരു ഡിലേ എടുക്കുന്നത്? അങ്ങനെയുള്ളവർ പുറത്ത് നിന്നാൽ എത്രത്തോളം എവിഡൻസ് ടാമ്പേർഡ് ആയി പോകും. അതുകൊണ്ടാണല്ലോ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പെറ്റീഷൻ കൊടുക്കുന്നത്. ഒരു പോയിന്റ് കൂടി ഫെനി, നമ്മൾ ഇത് അവസാനിപ്പിക്കുന്ന തൊട്ട് മുമ്പ്, നിലവിൽ സരിത പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ ഫെനിക്ക്? എനിക്ക് അതിനെക്കുറിച്ച് അത് കമൻറ്റ് ചെയ്യുന്നില്ല. വെച്ചാൽ സരിത അനുഭവിച്ചിട്ടുണ്ടായിരിക്കും, അനുഭവിച്ച് കാണത്തില്ല. ഞാൻ അത് കമൻറ്റ് ചെയ്യുന്നില്ല. വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യാത്ത സംഭവമാണ്. ഞാൻ അന്നും ഇന്നും എപ്പോഴും മാധ്യമങ്ങളിലെ പിന്നെ പലരും സെക്ഷനായിട്ട് ഹാരസ് ചെയ്തെന്നുള്ള സരിതയെ പറഞ്ഞുണ്ടാകുന്നുണ്ടായിരുന്നു. ഞാൻ അതിലൊക്കെ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത് സരിതയ്ക്കേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം ഞാനിപ്പം വീണ്ടും ഞാൻ ഇത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്ത് ഇത് കറക്റ്റാണെങ്കിൽ ഇവരെല്ലാം ട്രാപ്പിലാവും. അത് ഫെനി ബാലകൃഷ്ണന് മാത്രമേ സരിതയെ സഹായിക്കാൻ ഒക്കത്തുള്ളൂ. ഫെനി ബാലകൃഷ്ണൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും. അതെന്താ ഫെനി അങ്ങനെ ഒരു കാര്യം? അത് എലിഗേഷൻ കറക്റ്റ് ആണോ റോങ് ആണോ ഐ ആം നോട്ട് അവെയർ. പക്ഷെ അലിഗേഷൻസ് കറക്റ്റ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഏതൊരു ക്രൈമും ചെയ്തതിന് ശേഷമായിരിക്കും അതിനകത്ത് അക്യൂസ്ഡ് പേഴ്സണോ അല്ലെങ്കിൽ അലിഗേറ്റഡ് പേഴ്സണാലിറ്റിയോ ആരും ആയിക്കോട്ടെ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടുന്നത്. അപ്പം ഈ പറയുന്ന ഫെനി ഒരു കൊലപാതകയുടെ വക്കാലത്തെടുത്താൽ ക്രൈം ചെയ്ത സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഈ കേസിനെ പറ്റി നിങ്ങൾ സ്വയം തെളിയിച്ചിട്ട് വരൂ, എന്നാൽ ഞാൻ കൂടെ നിൽക്കാമെന്ന് പറയുമോ? എനിക്ക് ഒറ്റ കാര്യം സരിതന് പറയാനുള്ളൂ, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാണെന്ന്, നിൽക്കുന്ന സ്റ്റാൻഡിൽ അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. വെദർ ഇറ്റ് ഈസ് റോങ് ഓർ അതൊക്കെയാണ് ഞാൻ പറഞ്ഞോട്ടെ, വെദർ ഇറ്റ് ഈസ് റോങ് ഓർ റൈറ്റ്. ഇന്ന് പറയുന്നതന്നെ നാളെ പറയുന്ന മറ്റന്നാൾ പറയണം. അങ്ങനെ നിന്നാ മതി. സരിത വാക്ക് മാറ്റി, എല്ലാം ലൈനിൽ വരും. വാക്ക് മാറ്റിയതായിട്ടാണല്ലോ മാധ്യമങ്ങളെല്ലാം കിടക്കുന്നത്. അത് വാക്ക് മാറ്റുന്നു ഉണ്ടാക്കുന്നത് നിങ്ങളെ പർച്ചേസ് ചെയ്ത ടീമാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് സരിതയോട് ആകെ ഉള്ള ഒരു ദേഷ്യം അതേ ഉള്ളൂ. യു ബെറ്റർ സ്റ്റാൻഡ് വേർ യു ആർ. ഇന്ന് ഞാൻ 2013 പോലെ അവിടെ ഫെനിയുടെ അടുത്ത് എനിക്കൊരു മറുപടി പറയണം. കാര്യം ഞാൻ പറയാം, ഈ ഫെനി ഉൾപ്പെടെയുള്ള കോക്കസ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ കേസിന് എത്ര രൂപ പുറത്തു പോയിട്ടുണ്ടോ, അതായത് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എത്ര രൂപ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ളവരെടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. കാര്യം UDF മിനിസ്ട്രിയാണ് ഇപ്പം നിൽക്കുന്നത്. വെളിയിലിറങ്ങാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മര്യാദയ്ക്ക് നോക്ക്. അയാളുടെ കയ്യിൽ പോയ പൈസ തിരിച്ചു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് സെറ്റിൽ ചെയ്യാൻ ഈ ഫെനി ഓരോ ക്ലയൻസിന്റെ ലിസ്റ്റും വരെ എഴുതി കൊടുത്തു. ഇത്രയും രൂപയുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പൈസ നമ്മൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എവിടെ ഫെനി വാങ്ങിച്ചോ? ഈ സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റാ. ഞാൻ ജയിലിൽ കയറുന്ന സമയത്ത് എൻ്റെ എല്ലാവരുടെയും കൂടെയുള്ള കേസിന്റെ എന്ന് പറഞ്ഞാൽ ഒരു 2,20,21 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കിയുള്ളവരും ബാർഗൈൻ ചെയ്താൽ കുറഞ്ഞു വന്നേനും. കാര്യം ഞാൻ 9 മാസത്തോളം ജയിലിൽ കിടക്കുവാണ്. ഈ പേയ്മെന്റ് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയ എന്റെ കേസസ് സെറ്റിൽ ചെയ്യാം. പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചില്ല, അത് രണ്ടാമത്തെ വിഷയം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിൽ പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. സരിത എസ് നായരെ പ്രേരിപ്പിച്ചതാരാണ്? ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഞാൻ ആദ്യത്തെ സെഷൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് UDF മിനിസ്റ്ററുടെ ഭാഗമായിരുന്നു ബാലകൃഷ്ണപിള്ള സാർ ഉൾപ്പെടെ, ഗണേശ് ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും. ആ സമയത്ത് UDFനെ സംരക്ഷിക്കാനുള്ള ദൗത്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഉള്ള കാര്യം പറയാണ്, അവര് ഉൾപ്പെടെ ഈ ഫെനി ഉൾപ്പെടെ ഉള്ളവര്. പക്ഷെ സരിതയുടെ ഒരു വിമൻ ഡിഗ്നിറ്റി പോലും നഷ്ടപ്പെട്ട മുഹൂർത്തത്തിലാണ് UDF മിനിസ്ട്രിയെ നിലനിർത്താൻ വേണ്ടി വാക്കുമാറ്റിയത്. അല്ല, അവിടെ എനിക്കൊരു വലിയൊരു ഇമോഷണൽ ഇത് വന്നു. അതായത് എൻ്റെ അമ്മയാണ് പ്രദീപ് കുമാറിനോടൊപ്പം എന്നെ വന്ന് കണ്ടത് ജയിലില്. അമ്മയുടെ അടുത്ത് അട്ടക്കുളങ്ങരയിൽ ഡേറ്റ് ഞാൻ എക്സാക്ട് ചെയ്യാൻ പറഞ്ഞു. എന്റെ അമ്മ എന്നെ വന്ന് കണ്ട അമ്മ 1 മണിക്കൂർ വിത്ത് പെർമിഷൻ, സൂപ്രണ്ടിന്റെ പെർമിഷനാണ്, അവർക്ക് മേലിൽ നിന്നുള്ള ഇതുമുണ്ട്. കാര്യം അമ്മ എങ്ങനെങ്കിലും അമ്മയെ കൊണ്ട് എന്നെ ഇമോഷണലായിട്ട് ഇത് ചെയ്യണം. ഞാൻ അടുക്കുന്നില്ല, ഫെനിക്ക് എന്നെ കാണാൻ പെർമിഷൻ ഇല്ല. ആ സമയത്ത് ഫെനിയെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയും പ്രദീപ് കുമാറും കൂടെ കയറി വന്ന് 1 മണിക്കൂറാണ് എന്നെ സംസാരിച്ചത്. 1 മണിക്കൂർ എൻ്റെ അമ്മയെ അവർ പറഞ്ഞ് വിശ്വസിപ്പിച്ച്.
ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു വിശ്വസിപ്പിച്ച് തമ്പാനൂർ രവി ഉൾപ്പെടെയുള്ളവർ എൻ്റെ അമ്മ ഈ ഫെനി ബാലകൃഷ്ണൻ ത്രൂ പറഞ്ഞ് സംസാരിച്ചു, ഈ വിഷയം തീർത്ത് മോള് ജയിലിൽ വരും, അത് മാത്രം നോക്കിയാൽ പോരെ. കൊച്ചാണ് എൻ്റെ മോള്, 5 വർഷം ബാക്കിലോട്ട് ചിന്തിച്ചോണം. ഇന്ന് 8 വയസ്സെന്നുള്ളത് അതിന് എത്ര ഓഫർ എന്തായിരുന്നു? അതായത് എന്റെ കേസ് സെറ്റിൽ ചെയ്ത് തരാം. ജയിലിൽ പിന്നെ അമ്മ പോയി കണ്ട്, പ്രദീപ് പോയി വേഷം കയറി അകത്ത് കണ്ടു, സംസാരിച്ച എല്ലാം കാര്യവും വളരെ കറക്റ്റാ. പക്ഷെ അവിടെ ഈ ആര് നിർദ്ദേശപ്രകാരമാണ് പ്രദീപ് അവിടെ പോയി എന്തുവാണ് അവിടെ സംസാരിച്ച് ഇത് എങ്ങനെ സെറ്റിൽ ചെയ്യുന്ന കാര്യം ഇത് ശ്രീ പ്രദീപ് കുമാർ എന്നോട് പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞ ഫെനി ഒരു പൊട്ടൻ കളിക്കുവാണ്. അതൊരു ആൾക്ക് പറ്റിയതല്ല. ഒന്നുകിൽ സത്യസന്ധമായി പറയണം, ഇല്ലെങ്കിൽ അവിടെ ഇവിടെ തൊട്ട് പറയരുത്. അതാണ് നല്ലത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പതാ ഇവിടെ നിൽക്കുന്നു, ഒരു ഇതും ഇല്ല, ഒരാളുടെ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടുകാർ മാത്രമേ എന്നെ സഹായിക്കുന്നവർ മാത്രം ഒരു വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ ഫെനിയുടെ പോലും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു സഹായത്തിന് പോലും ഞാൻ ഫെനി ബാലകൃഷ്ണനെ കോൾ ചെയ്തിട്ടില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സഹായം സ്വീകരിക്കാൻ ഞാൻ സന്തോഷം, അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് പറയാണ്, ഫെനിയുടെ ഈ സ്റ്റെബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആർക്കും പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരാളുടെ ഒരു പ്രൊഫഷണലിസവും എനിക്ക് ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ഫോർവേഡ് ചെയ്ത ആ കാര്യത്തിന് ഞാൻ ഐ എം വെരി താങ്ക്ഫുൾ, അങ്ങനെ ഒരു സെൻറ്റൻസ് വന്നതിന്. പക്ഷെ ഒരു കാരണവശാലും ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറഞ്ഞ് ജയിക്കാമെന്ന് കരുതരുത്. എൻ്റെ കയ്യിലും കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരത്തിന് അല്ലാതെ എനിക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. സരിതയോട് എപ്പോഴെങ്കിലും ഫെനി നേരിട്ട് നമുക്ക് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ ഇവരെ ഏതെങ്കിലും തരത്തിൽ പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഫെനിയാണ് കോടതിയിൽ വരുമ്പോൾ ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ മൊത്തം പത്രക്കാർ കാണും. ഈ പുറത്തിറങ്ങുമ്പോൾ അന്നത്തെ വിഷ്വൽസ് നോക്കി അറിയാം, 52-62 പോലീസുകാരുടെ മധ്യത്തിൽ വരുന്നതാണ് ഞാൻ. അവിടെ സംസാരിക്കാൻ ആ കൂടെ 10 മിനിറ്റ് പെർമിഷൻ അതുണ്ടായിരുന്നത് ഫെനിയോട് മാത്രം, വിത്ത് കോർട്ട് പെർമിഷൻ. എനിക്ക് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, അവർ എല്ലാം റെഡിയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ ഇല്ലെന്ന് പറയണമെങ്കിൽ ഫെനിയുടെ അമ്മയും അച്ഛനെ ഓർത്ത് വേണം കള്ളം പറയാൻ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ ഇമോഷണലായിട്ട് എനിക്ക് ഈ വിഷയത്തിനകത്ത് വാൺ ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കി സരിത ചോദിക്കുന്നതായിട്ട് കരുതരുത്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്തിനാണ് ഇത്രയും കിടന്ന് പേടിച്ചത്? അവരുടെ കയ്യിലാണ് ആ സമയത്ത് എല്ലാ വെപ്പൺസും, എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് പവറും, എല്ലാ ഇൻഫ്ലുവൻസും UDFന്റെ ഭാഗത്ത്. ഞാനൊരു സാധാരണക്കാരി, സാധാരണ വെറും കുപ്പത്തൊട്ടി കിടന്ന് അവര് തന്നെ ചതച്ചരച്ചിട്ടിരിക്കുന്ന ഒരു പെണ്ണ്. എന്നെ എന്തിനാണ് അവർ പേടിച്ചത്? പേടിച്ചെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അല്ല, ഈ സമയത്തും സരിതയോടൊപ്പം ലോയൽറ്റി ഇല്ലേ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ഫെനിക്ക്? ലോയൽറ്റി എന്ന് പറഞ്ഞാൽ ലോയൽറ്റി കാണിക്കേണ്ടത് ഞാൻ ഈ കാര്യത്തിനല്ല സരിത എന്നെ ചുമതലപ്പെടുത്തിയിരുന്നത്. പിന്നെന്തിനാണ് ഫെനി ചാനൽസിൽ പോയിരുന്ന അങ്ങനെയുള്ള പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചത്? പൊളിറ്റിക്സ് ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ? ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ല, ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടോ? അതില്ല. അന്നാ സരിത എന്തെങ്കിലും ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞ അതും ഞാൻ പറഞ്ഞു. പക്ഷേ ഫെനിക്ക് അറിയാം ഈ പേരുകളെന്ന് ചാനലുകളിൽ ഫെനി പറഞ്ഞിട്ടുണ്ട്. ഏതേ? ഫെനിക്കറിയാം നിരവധി ആളുകളുടെ പേരുകൾ ആ കത്തിലുണ്ട്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഞാൻ പക്ഷേ ഒരു ആളുടെയും പേര് പബ്ലിക്ലിയോ ഒരു മീഡിയയിലോ, അതായത് ഫെനി പബ്ലിക്കിന് മുന്നിൽ ഉന്നതരുടെ പേര് ഈ കത്തിലുണ്ട് എന്ന് വെളിപ്പെടുത്തി ഫെനിക്ക് അറിയാം എന്നുള്ള കാര്യം അവരെയും വെളിപ്പെടുത്തിയതിനു ശേഷം എന്താവാന്നുള്ള ഫെനി സ്കൂട്ടാവുന്നു. അതിൽ ഞാൻ പറഞ്ഞു സരിതയുടെ നിർദ്ദേശപ്രകാരം ഉന്നതരുണ്ടെന്ന് പറഞ്ഞു. സ്കൂട്ടായതല്ല, അത് ഇവര് ഈ സംസാരിച്ചു കഴിയുമ്പോ ഇവര് പർച്ചേസ് ചെയ്യും. പൊളിറ്റിക്സ് അതാണ്. ഇപ്പോഴും ഫെനി ആ ഒരു ഫെനിയെ പർച്ചേസ് ചെയ്യുന്നതിലും കൂടുതൽ ലാഭകരം സരിതയെ പർച്ചേസ് ചെയ്യാൻ എന്നെ പറ്റുന്നില്ല. ബിക്കോസ് ഐ വാസ് ഇൻ മെഷ്, ജയിലിലാണ്. എന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് മുഴുവൻ വലിയ ഇഷ്യൂസ് ആയിരുന്നു. LDF എല്ലാം കൂടെ ഉപരോധവും ഭയങ്കര ഇഷ്യൂ. 2.3 കോടി രൂപയുടെ കഥയാണ് ഈ 2.3 കോടി രൂപ എത്ര പ്രാവശ്യം എവരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞാൻ അതിലാണ് നിൽക്കുന്നത്. ഞാൻ ആ പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളുടെ കേസിന്റെ പരിധിയിൽപ്പെടാത്ത വിഷയത്തിന് പത്ര ചാനലുകളിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതാണ് സരിത പറയുന്നത്. ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്. ആരുടെ പേരാ പറഞ്ഞിട്ടുള്ളത്? അതും കൂടെ പേര് ഉന്നതരല്ല, പേര് പറഞ്ഞു. വിഷ്വൽസ് നോക്കി അറിയാം. പേര് പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവര് പിറ്റേ ദിവസം ആ ഫോണിൽ നിന്ന് വിളിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ആളുടെ പേര്. ഇല്ല, ആ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ചാനലുകാര് ഫുട് നോട്ടിലെ ഇതൊക്കെ ആയിരിക്കും പേരുകളെന്ന് പറഞ്ഞ് കുറെ പേരുകളെല്ലാം ചാനലിലെ
നിരന്തരം ഫ്ലാഷ് ന്യൂസ് ആയിട്ട് അടിച്ചു. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല, ഏതെങ്കിലും മീഡിയക്കാരെ പറയട്ടെ, ഞാൻ പറഞ്ഞു. റിപ്പോർട്ടർ TV ഫെനിയുടെ ഒരു സ്ട്രിംഗ് ഓപ്പറേഷൻ നടത്തി. ഫെനി പേര് പറഞ്ഞില്ലേ, യൂട്യൂബിൽ ഭയങ്കര വൈറലാണ് സംഭവം. ജസ്റ്റ് ഫെനിയെ ഒന്ന് നോക്കാം. അതിന്റെ സത്യാവസ്ഥ അതിപ്പോ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ അതെല്ലാവർക്കും ശ്രീ നികേഷ് കുമാർ 1-ാം പ്രതിയും ഈ മറ്റേ കൃത്യം കാണിച്ച 2-ാം പ്രതിയായിട്ട് ഇപ്പം ക്രൈം കിടക്കും അവിടെ. പക്ഷെ അപ്പൊ പേര് പറഞ്ഞില്ല. അത് എന്റെ വോയിസ് അല്ല. പറഞ്ഞു ആൾക്കാരെ ഫെനി പൈസ വാങ്ങിച്ചതുവരെ ഫെനി ഇല്ല. അത് ഞാൻ പറയാം. അതിന് ഞാൻ നികേഷ് കുമാർക്കെതിരെ റിപ്പോർട്ടർ ചാനലിലെ MD നികേഷ് കുമാറിനെതിരെ എന്റെ പരാതി അത് തന്നെയാണ്. എന്റെ എല്ലാം കറക്റ്റാ, എന്റെ ഓഫീസ് കറക്റ്റാണ്, ഞാൻ അവിടെ നിപ്പോണ്ട കറക്റ്റാണ്. അതിൽ ഒരൊറ്റ കാര്യമുള്ളൂ ശ്രീ നികേഷ് കാണിച്ചത്. അത് നികേഷ് ശരിക്കും അനുഭവിച്ചു. അത് കാണിച്ചു അതിന് വോയിസ് മാത്രം മാറ്റി. ഈ ഫെനി എന്നെ പേടിച്ച് വിളിക്കുന്നു, ഇങ്ങനെ രാജശേഖരൻ നായർ ഇത് ഫ്ലാഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ബെന്നി ബെഹനാനെ വിളിച്ചു ചോദിക്കുന്നു ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന്. തിരിച്ച് ഞാൻ ഫീഡ് ചെയ്തതാണ് അവിടെ ഒരു കേസ് ചുമ്മാ ഇട്ടേക്കാൻ. അല്ല, ഇറ്റ്സ് വോയിസ് വാസ് ഹിസ്. എല്ലാം ഇദ്ദേഹത്തിനെയാണ്. വിശ്വസിച്ചൊരു വ്യക്തിയോട് സംസാരിച്ചതാണ്. അയാളുടെ സ്ട്രിംഗ് ഓപ്പറേഷൻ കിടക്കുന്നത്. അതിന് നികേഷ് കുമാർ തന്നെ അവിടെ വന്ന് ആൻസർ പറയണ്ടേ. നികേഷ് കുമാർ കാണിച്ചത് നികേഷ് കുമാർക്കെതിരെ അന്നേരം തന്നെ ക്രൈം എടുക്കുകയും ചെയ്തു. ഞാൻ പരാതി കൊടുത്ത ശേഷം പെട്ടെന്ന് അങ്ങനെ ക്രൈം എടുക്കത്തില്ല. പരാതി കൊടുത്ത ശേഷം പ്രൈമ ഫേസി അതിനകത്ത് കേസുണ്ട്, പ്രൈമ ഫേസി അതിനൊരു മാനിപ്പുലേഷൻ നടന്നു വെച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഫോറൻസിക് ആയിട്ട് പരിശോധന നടന്നിട്ടില്ല. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ക്രൈം എടുത്തു. ക്രൈം എടുത്താൽ അതിനകത്ത് എന്റെ ശബ്ദമാണെന്നോ മറ്റേതാണെന്നോ നികേഷ് കുമാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആരറിഞ്ഞു? ഇതൊക്കെ എന്താണ് ഫെനിയോട് ഇനി ആവശ്യപ്പെടാനുള്ളത് ഈ ഘട്ടത്തിൽ? എനിക്കൊന്നും ആവശ്യപ്പെടാൻ, എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ. ഏത് പ്രൊഫഷൻ ആണെങ്കിലും അതിനോടൊരു മിനിമം എത്തിക്സ്. സരിതയുടെ കേസെടുത്ത മുഴുവൻ ഫീസും ഫെനിക്ക് കൊടുത്തു. അതിലേറെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ, ഇഷ്ടം പോലെ. ഫീസിന്റെ കണക്കുകൾ എക്സ്ട്രാ ഇങ്ങോട്ട് വരാനുള്ളതിന്റെ കണക്കാണ് എൻ്റെ ഇരിക്കുന്നത്. എനിക്ക് അങ്ങോട്ടൊന്ന് പറയാനുണ്ട്. യെസ്, എന്നോട് ഇപ്പൊ ഇത്രയും പറഞ്ഞ ഫെനി പ്രൊഫഷണൽ എത്തിക്കുന്നത്. എനിക്ക് സരിതയോട് പറയാനുള്ള ആരാ ലോയലായിട്ട് നിന്ന് അവരുടെ കൂടെ ലോയൽറ്റി കാണിക്കുക. ഇല്ല, പറ്റില്ല. നിന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. പിന്നെ മുമ്പേ പറഞ്ഞ കാര്യം തന്നെ, ഒരു സംശയം, ഒരു രാഷ്ട്രീയക്കാരും രണ്ടുപേർക്കും മനസ്സിലാക്കി കൊള്ളാം. ഇത്ര ക്ലോസ് ആയിട്ട് സരിത ഇത്രയും കാലമായി ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതായിട്ട് ഫെനിക്കറിയോ? ഏത് സമയത്ത് മുതൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് താങ്കളുടെ കൂടെ നിൽക്കുന്ന സമയമടക്കം പൈസ വാങ്ങിച്ചായിട്ട് എനിക്കറിയില്ല. അതായത് ഈ കേസ് സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പുറത്തു പറയാതിരിക്കാനോ സരിത നേരിട്ട് പൈസ വാങ്ങിയെന്ന ഒരു ആക്ഷേപം താങ്കൾക്കില്ല? താങ്കൾക്ക് അങ്ങനെ ആക്ഷേപമേ ഇല്ല. സരിത ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ് എന്ന ആക്ഷേപവും താങ്കൾക്കില്ല? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് പലവരും ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാർ പറയുന്നുണ്ട്. ബ്ലാക്ക് മെയിലിംഗ് ആണ്, മീഡിയക്കാരും പറയുന്നുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഷീ ബെറ്റർ നോസ്. നിലവിലുള്ള എത്തിക്സ് പ്രകാരം ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായ ഒരു സ്ത്രീയുടെ ഒപ്പമല്ലേ നിയമവ്യവസ്ഥ നിൽക്കേണ്ടത്? ഞാൻ നിൽക്കാമല്ലോ, സരിതയുടെ കൂടെ നിൽക്കാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിൽക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇപ്പം പറഞ്ഞില്ലേ, അത് സബ്സ്റ്റാൻഷ്യേറ്റ് നിന്ന് നിൽക്കേ. സരിതയ്ക്ക് വേറെ ഒരു വക്കീലിന് സഹായം വേണ്ടി വരത്തില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു. സോളാർ കമ്മീഷനിൽ വിത്ത് എവിഡൻസ് വെച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങളെ പോലുള്ള കോക്കസ് ഫീഡ് ചെയ്തത് ഞാൻ പറഞ്ഞു. അതിനും ഞാൻ തെളിവ് കൊടുത്തിട്ടുണ്ട് വിത്ത് ഓഡിയോ റെക്കോർഡ്സ്. ഫസ്റ്റ് ഞാൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി ഞാൻ എന്തുകൊണ്ടാണ് ഈ കമ്മീഷന് മുമ്പിൽ ഇതുപോലെ ഇദ്ദേഹത്തെ അച്ഛനാണെന്നോ അല്ലെങ്കിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടോ ഞാനൊരു നിലപാടെടുത്തതെന്ന് ഞാൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടോ എൻ്റെ ഡിപ്പോസിഷനിലോട്ടോ ഞാൻ കടന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വരാം. ആ ബോധ്യപ്പെടുത്തി എല്ലാവരുടെയും പേരുകൾ പറഞ്ഞ് എല്ലാ റെക്കോർഡ്സും കൊടുത്തെന്ന് സരിത പറഞ്ഞു. സോളാർ കമ്മീഷനിൽ പരാതിയും കൊടുത്ത് ബഹുമാനപ്പെട്ട കേരള ചീഫ് മിനിസ്റ്ററിന്. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് പറഞ്ഞത്? We cannot investigate this case because she is having contradictory statement in different stages. ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നടക്കത്തില്ല. അവിടെ തെറ്റിപ്പോയി. നിങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ സ്റ്റേജ് എന്താണെന്ന് അറിയില്ല. ഫെനി എന്റെ ആരും അല്ല, എന്റെ ഒഫീഷ്യലായിട്ടുള്ള യാതൊരു വക്താവും അല്ല. പിന്നെ നിങ്ങളെ എന്തിനാണ് അത് ഫീഡ് ചെയ്തത്? അങ്ങനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ നിങ്ങളെ ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്ത് തെറ്റാണ്. അച്ചടക്കം എങ്ങനെയാണത്? ഫെനി ഇത്തരം കേസുകൾ പിന്നീട് അന്വേഷിക്കുന്നതിനായി ഇപ്പോൾ സരിത ഫെനിയുടെ ക്ലൈന്റ് അല്ല. മാത്രമല്ല സരിത ഈ വിഷയത്തിൽ അക്ഷരത്തിലെ മാധ്യമങ്ങളിലും മനോരമ പേപ്പറിലും എല്ലാം അക്ഷരത്തിൽ വന്നതാ. വി കനോട്ട് നല്ല ഫ്രണ്ട് പേജ് വന്ന, ഞാൻ പറയുന്നതല്ല, ഫ്രണ്ട് പേജ് വന്നായിരുന്നു. ബിക്കോസ് the complainant having different statements at different stages. ഈ പറയുന്ന എന്നത്തെ അറിയോ? 2017 കൊടുത്ത കേസാണ്. അതിനുശേഷം ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു ഹൈക്കോടതി? എന്ത് പറഞ്ഞു? cannot be believable. അതാരാ പറഞ്ഞത്? ശ്രീ കമാൽ പാഷ സർ. എങ്ങനെ പറഞ്ഞു? ഞാൻ സരിതയ്ക്ക് പറയല്ല, പേപ്പറിനകത്ത് വായിച്ച കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ സബ്സ്റ്റാൻഷ്യൽ കമാൽ പാഷ സർ അത് എങ്ങനെ ജഡ്ജ്മെന്റ് ഇട്ടു?
പറ, ഇതിനകത്തെ പൊളിറ്റിക്സ് പറ. ഞാൻ അവര് പറഞ്ഞതിനെതിരെ പറയല്ല, ഞാൻ പേപ്പറിനകത്ത് വായിച്ച കാര്യമാണ് പറഞ്ഞത്. അത് ഈ സരിത വിചാരിക്കുന്ന സരിതയൊക്കെ ഇതിലെ ഞാൻ ചുമ്മാതങ്ങ് പറഞ്ഞുണ്ടാക്കുവാന്ന്. ഞാൻ പേപ്പറിനകത്ത് വായിച്ച കാര്യം എഴുതുന്നത് വെണ്ടയ്ക്ക പോലീസ് ചീഫ് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടാ. ചില പല സ്റ്റേജിലും പല മൊഴികളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേസ് നമ്പർ ഇട്ടിട്ടുണ്ട്. അല്ല, എടുത്തോട്ടെ, അത് എല്ലാം പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ പോയി പോലീസുകാരനെ പോയി പറഞ്ഞൊന്നും അല്ലെ പോലീസുകാർ എന്നോട് പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്. ഞാൻ പേപ്പറിനകത്ത് പറഞ്ഞത് മനോരമ പേപ്പറിനകത്തുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞത് പത്രത്തിൽ വായിച്ചു എന്നാണ് അതാ പറഞ്ഞത്. അല്ലാതെ സരിത ചെയ്തത് FIR എടുത്തിട്ടില്ലെന്നോ അല്ലാതെ സരിതയെ കുറിച്ച് പറയുന്നത് ആരുമല്ല, ഞാൻ പറയാൻ ആരുമല്ല. പക്ഷെ ഞാൻ നോർമലായിട്ട് പേപ്പർ രാവിലെ എടുത്തപ്പോൾ അതിനകത്ത് ശരി, സരിത പറഞ്ഞതുപോലെയുള്ള നിലവിലുള്ള ഒരു കംപ്ലൈന്റ് അനുസരിച്ച് ആ കേസ് നിൽക്കില്ലേ? കേസ് നിൽക്കണം, എവിഡൻസ് ഉണ്ടെങ്കിൽ. എവിഡൻസ് ഞാൻ ചോദിക്കട്ടെ, ഇരയുടെ മൊഴി തന്നെ ആദ്യമേ വിശ്വാസത്തിലെടുത്താണല്ലോ കേസ് പോകുന്നത്. മൊഴി എടുത്തെന്ന് പറഞ്ഞാൽ അതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനൊരു ക്രെഡിബിലിറ്റി നോക്കണ്ടേ? ഞാൻ ചുമ്മാ ഇരുന്നോണ്ട് നാളെ ഒരാൾക്കെതിരെ അങ്ങ് ഉന്നയിച്ച് എനിക്ക് 2 കോടി തരാനുണ്ട്, 3 കോടി, ഐ ഷുഡ് സബ്സ്റ്റാൻഷ്യൽ. ഒരു ഡിജിറ്റൽ തെളിവുണ്ടെങ്കിലോ? ഏത് ഡിജിറ്റൽ തെളിവ് ഉണ്ടെങ്കിലോ കേസ് എടുക്കട്ടെ. ആ ഡിജിറ്റൽ തെളിവ് ഫെനിയെ കാണിക്കാൻ തയ്യാറാണോ സരിത? ഫെനി ഞാൻ എന്തിനു കാണിക്കണം? ഫെനി ഇസ് നോട്ട് മൈ ഓതറൈസ്ഡ്. ഞാൻ ഓൾറെഡി അതോറിറ്റീസിന് കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് സോളാർ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫെനിയെ പർച്ചേസ് ചെയ്തവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമല്ലോ. കമന്റ് ചെയ്യണ്ട. ഇനി ഫെനിയെ പർച്ചേസ് ചെയ്തയാൾക്ക് വലിയ നഷ്ടമായിരിക്കുമല്ലോ അത്. അവർക്കറിയാലോ അതറിയില്ലേ? ഈ പറഞ്ഞ ആൾക്കാർ ഓടുന്നത് ആരെ പർച്ചേസ് ചെയ്തെന്നുള്ള കാര്യം അരുൺ അത് സരിതയോട് ചോദിച്ചാൽ മതി. ഡിജിറ്റൽ എവിഡൻസ് കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് സരിത. ഡിജിറ്റൽ എവിഡൻസ് ഹാജരായിട്ടോക്കിന് പിന്നെ എന്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല? ഇപ്പോ കേസ് ഹൈക്കോടതിയിൽ കേസ് പ്രഷർ ചെയ്തിരിക്കുന്നതും സരിതയാണ്. പ്രഷർ ചെയ്തുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ടോ പറഞ്ഞുകൊണ്ട് അർജി തള്ളി. ഇല്ലല്ലോ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് എന്ന് ധൈര്യപൂർവ്വം സരിത പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യല്ലേ താങ്കൾ ചെയ്യേണ്ടത്? ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടെങ്കിലേ സബ്സ്റ്റാൻഷിയേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതെ, ഉണ്ടെങ്കിൽ ഞാൻ അത് സ്പെസിഫിക്കലി എംഫസൈസ് ചെയ്ത് പറയാം. ഉണ്ടെങ്കിൽ അരുൺ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ ഒരു സാധാരണ ഒരു സ്ത്രീ, ഞാൻ സരിത നായരുടെ കാര്യമല്ല പറയുന്നത്, സാധാരണ ഒരു സ്ത്രീ എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യൻ എന്നെ മൊബൈലിൽ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ ആ പയ്യനെ അപ്പം തന്നെ ഒരു വണ്ടി ജീപ്പിൽ ആൾക്കാർ, ഒരു ജീപ്പിൽ പോയി ഒരു കൂട്ടം പോലീസുകാർ തൂക്കിയെടുത്തോണ്ട് വന്ന് 4 ഇടി ഇടിച്ച്. ചോദ്യം കൂടിയാണ്. അതായത് നിലവിൽ സരിത പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ വിഷയത്തിൽ ഇത്രയും അധികം ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ഈ അവസ്ഥയിലൂടെ കടന്നുപോയി എന്നൊരു അഡ്വക്കേറ്റിനോട് പറയുമ്പോൾ ആ അഡ്വക്കേറ്റിന്റെ എത്തിക്സ് ഉപയോഗിച്ച്, ജൂറിസ്പ്രുഡൻസിന്റെ എത്തിക്സ് ഉപയോഗിച്ച് സ്വാഭാവികമായും ചെയ്യേണ്ടത് അതിന് നിരുപാധികം പിന്തുണ നൽകലാണ്. പക്ഷെ നിരുപാധികം പിന്തുണ നൽകാൻ ഇപ്പോൾ ഫെനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ പിന്നെ സരിതയുടെ അഡ്വക്കേറ്റ് അല്ലല്ലോ. ആയിക്കോട്ടെ, പക്ഷേ എങ്കിൽ ഈ വിഷയത്തിൽ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ റോങ് ഞാൻ പറയുന്നില്ല. ഞാൻ ഇപ്പോഴും അതെന്നാ പറയുന്നത്, വാട്ട് ഷീ ഈസ് ടെല്ലിംഗ് റോങ് റൈറ്റ് ഞാൻ അത് കമന്റ് ചെയ്യുന്നില്ല. ഒത്തിരി പേര് ലോകത്തുള്ള 90% പേരും പറയുന്നത് റോങ് ആണ്. ഞാൻ ഇപ്പോഴും റോങ് ആണെന്ന് പറഞ്ഞാൽ എന്റെ മാധ്യമങ്ങൾ വരുന്നുണ്ട്. LDF ഈ ഒരു കാര്യത്തിൽ സരിത ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ അടുത്ത് 1-2 ലോക്കലായിട്ടുള്ള കുറച്ച് നേതാക്കൾ, ജില്ലാ നേതാക്കൾ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അത് ഫെനിയുടെ വീട്ടിൽ വെച്ച് അന്ന് സംസാരിച്ചതല്ലാതെ ഞാൻ അതിനകത്ത് വീട്ടിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോഴല്ല, സംസാരം ഉണ്ടായില്ലേ ഫെനി? ഇടതുപക്ഷ നേതാക്കൾ കറക്റ്റാ പറഞ്ഞ ഫെനി. സരിത പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അമ്മയുടെ ഒരു സെന്റിമെന്റ്സിന്റെ കുരുക്കിലാണ് ഇതൊന്നും തുറന്നു പറയാൻ ആ സമയത്ത് സരിതയ്ക്ക് കഴിയാതെ പോയത്. സാമ്പത്തികമായിട്ടുള്ള പ്രലോഭനം UDFന്റെ നേതാക്കൾ നൽകിയിട്ടില്ല, ഉണ്ടെങ്കിൽ പോലും അത് വാങ്ങിയിട്ടില്ല സരിത. അങ്ങനെ വിശ്വസിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ? ഇപ്പോൾ സെന്റിമെന്റൽസ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും, ഞാനൊന്നും പറയുന്നില്ല. സരിത ഈ ഒരു കേസ് കൊണ്ട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. സരിത ഈ ഒരു കേസ് കൊണ്ട് അവിഹിതമായി സമ്പാദിച്ചിട്ടുണ്ട് എന്ന് ഫെനിക്ക് തോന്നുന്നുണ്ടോ? ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് അക്യുമുലേറ്റ് ചെയ്തു എന്ന് സരിത ഫെനിക്കറിയാം. സരിതയുടെ സാമ്പത്തിക സ്ഥിതി, നിജസ്രോതസ്, ഇതെല്ലാം ഇതേ കേസ്, പ്രത്യേകിച്ച് ഈ കേസ് ഹാൻഡിൽ ചെയ്ത ഫെനിക്കറിയാം. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ഉള്ള സമയം വരെ ഇല്ലായിരുന്നു. അതെനിക്ക് പറയാൻ വേറെ കാര്യം, ഞാൻ ഉള്ള സമയം വരെ വളരെ കറക്റ്റായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും പറഞ്ഞ എല്ലാം കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ശേഷം ഞാനുമായിട്ട് കോൺടാക്ട്സ് വിട്ടതിന് ശേഷം പിന്നെ എന്താ നടന്നെന്നുള്ള കാര്യം ഷീ ബെറ്റർ നോസ്. അതിനെക്കുറിച്ചൊരു സൂചനയും തൽക്കാലം ഫെനിക്കില്ല. ഒന്നുമില്ല. അക്കോമഡേറ്റ് ചെയ്തില്ലായിരിക്കും, ചെയ്തില്ലായിരിക്കും.
എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആരുമല്ല അവരെ അക്കോമഡേറ്റ് ചെയ്തെന്ന് പറയാനും പറയാതിരിക്കാനും. ഷീ മേ ബി, ഷീ മേ നോട്ട് ബി. പക്ഷേ എൻ്റെ ഉള്ള സമയത്ത് വരെ ഒരു അക്കോമഡേഷനും അവരെ കൊണ്ടും നടന്നില്ല, എന്നെ കൊണ്ടും നടന്നില്ല, ഒന്നും നടന്നില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തു. സോ ടു ദി ജഡ്ജ്മെന്റ്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന കാര്യങ്ങൾ അത് തീർച്ചയായും നീതിയുടെ പുറത്ത് അതിൻ്റെ വിധി വരട്ടെ. എങ്കിലും നാം പോയ പാത അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം, അത് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ആ അവസ്ഥയിൽ നിന്നും തിരിച്ച് നീന്തേണ്ടുന്ന ആർജവം ഇവിടുത്തെ എല്ലാ പെൺകുട്ടികളും പാലിക്കണം. അതിന് സമൂഹം പിൻബലം കൊടുക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ വെച്ച് പറയാനുള്ളത്. നീതിപീഠങ്ങൾ തീർച്ചയായും എപ്പോഴും നീതിയോടൊപ്പമായിരിക്കും, ആ പ്രതീക്ഷയുണ്ട് നമ്മൾക്ക്. അത് വ്യവഹാര വിധികൾക്ക് കാത്തിരിക്കുക. നമസ്കാരം.